അങ്ങനെ ഫൈനലി ഒരു വർഷത്തെ കാത്തിരിപ്പിന് ശേഷം ആ ദിവസം എത്തിയിരിക്കുകയാണ്. വെൽക്കം എവ്രിവൺ ടു അവർ ഹൗസ് വാമിംഗ് വ്ളോഗ്. പറയണം എങ്ങനെയെങ്കിലും പരിപാടി ഒന്ന് കഴിഞ്ഞാൽ മതി. എല്ലാവരുടെയും സഹകരണം കൊണ്ട് ഇവിടം വരെയൊക്കെ എത്തി. നമ്മളിപ്പോ സാധനങ്ങൾ മേടിച്ചിടുന്നത് ഇപ്പൊ സമയം എത്രയാ? ഏതാനും മണിക്കൂറിനുള്ളിൽ. എനിക്ക് ആക്ച്വലി വാക്കുകൾ പറയാൻ കിട്ടുന്നില്ല. അങ്ങനെ എല്ലാ പരിപാടിക്കും ഉള്ള പോലെ നമുക്കും കുറേ ലാസ്റ്റ് മിനിറ്റ് ഓട്ടങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതാണ് നിങ്ങൾ കാണുന്നത്. പക്ഷെ ഞങ്ങളുടെ ഈ ഫ്രണ്ട്സിനെ പറ്റി പറയാതിരിക്കാൻ വയ്യ. നിങ്ങൾ ഈ ഫ്രെയിമിൽ കാണുന്നവരും കാണാത്തവരും ഒരുപാട് പേര് നമ്മൾ പറയാതെയും നമ്മളെ മനസ്സിലാക്കി അറിഞ്ഞു കണ്ടു വന്ന് ഒരുപാട് പേര് ഹെൽപ്പ് ചെയ്തു. അവരുടെ ഒന്നും സഹായം ഇല്ലായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഈ ഫങ്ഷൻ ഇത്രയും നന്നായിട്ട് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. നമ്മളെ മെൻ്റലിയും ഇമോഷണലിയും ഫിസിക്കലിയും ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഫ്രണ്ട്സിന് എല്ലാവരെയും മെൻഷൻ ചെയ്യാതെ എനിക്ക് ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാൻ തലേ ദിവസത്തെ കുറച്ച് BTS ഒക്കെ എടുത്തത്. നമ്മുടെ മുഹൂർത്തം ഒക്ടോബർ 19 വെളുപ്പിനെ 6:51 നാട്ടിലെ സമയം വെച്ച് ഇവിടത്തേക്ക് കൺവേർട്ട് ചെയ്യുന്നപ്പോൾ ഒരുപാട് രാവിലെ ആയിരുന്നു. അതുകൊണ്ട് ഞാനും അബിയും ഡിസൈഡ് ചെയ്തിരുന്നു 2 രീതിയിൽ ഫങ്ഷൻ നടത്താം. നമ്മുടെ റിലേറ്റീവ്സ് എല്ലാവരും തലേന്ന് തൊട്ടേ വീട്ടിലുണ്ട്. അപ്പോൾ ആ ടൈമിൽ നമുക്ക് 6:51 തന്നെ പ്രോപ്പറായിട്ട് ഒഫീഷ്യലി പാലുകാച്ച് നടത്താം. അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് ഒക്കെയാണ് കേട്ടോ ഞങ്ങൾ തലേന്ന് ലേറ്റ് നൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ഓൾസോ നമ്മൾ പ്ലാൻ ചെയ്തു നമ്മുടെ ഫ്രണ്ട്സിനെ അത്രയും രാവിലെ വിളിച്ചു കഴിഞ്ഞാൽ ഇൻകൺവീനിയൻസ് ആവുമല്ലോ എന്ന് ഓർത്തിട്ട് അവർക്ക് വേണ്ടിയിട്ട് ഒരു 11 മണി ആ ഒരു സമയത്തേക്ക് നമുക്ക് ചെറിയ രീതിയിൽ ഒരു ഫങ്ഷൻ അപ്പോഴും നടത്താമെന്ന്. അപ്പോൾ ബേസിക്കലി നിങ്ങൾ ഈ വീഡിയോയിൽ 2 പാലുകാച്ച് ഫങ്ഷൻ കാണുവേ. ഞാൻ നേരത്തെ പറഞ്ഞ ലിസ്റ്റിൽ മിസ്സായിപ്പോയ കുറച്ച് മുഖങ്ങളാണ് ഇവിടെ കാണുന്നത്. ഇത് ഭയങ്കര രസമായിട്ട് തോന്നി. ഞാനിവർ അനക്കമൊന്നും കാണുന്നില്ലല്ലോ എന്ന് ഓർത്ത് വീട്ടിലേക്ക് കയറി വന്നപ്പോൾ ഇവിടെ അടിപൊളി ജാമിങ് സെഷൻ നടക്കുകയാണ്. എല്ലാ ഫംഗ്ഷനും പോലെ ഈ ഹൗസ് വാമിംഗ് ഫംഗ്ഷനും എനിക്ക് എൻ്റേതായ വ്യക്തമായ പ്ലാനിങ് ഉണ്ടായിരുന്നു. അതിലൊന്നാണ് ഈ താലം. വിളക്ക് വെച്ച താലം എല്ലാവരും എടുക്കണം എന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. 3 പേരെ ഉള്ളപ്പോൾ 3 പേർക്ക് വേണ്ടി ഒരുക്കി. ആൻഡ് എല്ലാ കാര്യങ്ങളിലും ഒരു കുറവും വരുത്താതെ നമ്മൾ നാട്ടിൽ എങ്ങനെയാണോ ഒരു ഫംഗ്ഷൻ നടത്തുന്നത് അതുപോലെ ചെയ്യണം എന്ന് ആഗ്രഹിച്ചു. അതിൻ്റെ എല്ലാ കാര്യങ്ങളും നമുക്ക് കിട്ടി. തേങ്ങയാണെങ്കിലും ഗണപതി പ്രസാദമാണെങ്കിലും വെജിറ്റബിൾസും ഫ്രൂട്ട്സും പിന്നെ എല്ലാ കാര്യങ്ങളും ധാന്യങ്ങൾ പൈസ അങ്ങനെ എല്ലാം വെച്ച് പ്രോപ്പർലി നമ്മൾ നാട്ടിലെങ്ങനെയാണ് നടത്തുന്നത് അതുപോലെ ഒരു രീതിയിലാണ് നമ്മൾ അറേഞ്ച് ചെയ്തത്. എക്സ്ട്രാ ഒരു ഇതിന് വേണ്ടിയിട്ട് കുറച്ച് ദിയാസും കൂടെ വെച്ചു. കാരണം നമ്മുടെ ഈ ദിവസത്തിനൊരു പ്രത്യേകതയുണ്ട്. ദീപാവലിയുടെ അന്നാണ് നമ്മുടെ ഫംഗ്ഷൻ നടത്തുന്നത്. അപ്പം വെളുപ്പിനെ ആയപ്പോഴത്തേക്ക് എല്ലാവരും പണിയൊക്കെ ഏകദേശം ഒതുക്കി താഴേക്ക് വന്നു. ഞാൻ പറഞ്ഞില്ലേ ഇവരൊന്നും ഇല്ലായിരുന്നെങ്കിൽ സത്യം പറഞ്ഞാൽ എങ്ങനെ ഈ പരിപാടി 19th നടത്താൻ പറ്റുമെന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് ഒരു ഐഡിയ ഇല്ല. ഇപ്പോഴും തിരിഞ്ഞു നോക്കുമ്പോൾ സോ ഗ്രേറ്റ്ഫുൾ. ഇത്രയും ആൾക്കാർ നമ്മുടെ വെൽവിഷേഴ്സ് നമ്മളെ ഇഷ്ടപ്പെടുന്നവർ നമ്മുടെ ചുറ്റുമുള്ളത്. ഇതിൽ ഒരാളെ പോലും നമ്മളെ ഹെൽപ്പ് ചെയ്യാനൊന്ന് വരാമോ എന്ന് ചോദിച്ചിട്ടില്ല. എല്ലാവരും നമുക്ക് വേണ്ടി അത്രയ്ക്ക് സ്നേഹത്തോടെ വന്ന് സഹായിച്ചവരാണ്. ഇവരൊക്കെ നാളെ എങ്ങനെ ഈ ഫംഗ്ഷന് റെഡിയായി വരുമെന്ന് പോലും ഞാൻ ആലോചിച്ചായിരുന്നു. കാരണം അത്രയ്ക്കും ടയേർഡ് ആവുമായിരുന്നു. ഞങ്ങളൊരു 2 weeks ആയിട്ട് എനിക്ക് ഒബിക്ക് ഉറക്കം പോലുമില്ല. കാരണം അത്രയും സ്ട്രെസ്സും കാര്യങ്ങളും ഒക്കെ അനുഭവിച്ചു. ഒരുപാട് ലാസ്റ്റ് മിനിറ്റ് ഇഷ്യൂസൊക്കെ കാരണം ഇപ്പം ഞാൻ ഫുള്ള് സെറ്റ് ചെയ്തൊക്കെ ഇവരെ എല്ലാം വിളിച്ച് കാണിക്കുകയായിരുന്നു. അപ്പോൾ നമ്മൾ ഫുൾ റെഡിയാണ്. നാളെ വന്ന് പാല് കാച്ചിയാൽ മതി. അങ്ങനെ ഞങ്ങൾ ഫ്ലാറ്റിലേക്ക് തിരിച്ചു പോയി ഒരു ചെറിയ നാപ്പൊക്കെ എടുത്ത് ഫ്രഷായിട്ട് നമ്മുടെ ഹൗസ് വാമിങ്ങിന് വേണ്ടിയിട്ട് തിരിച്ചെത്തി. അപ്പോൾ എങ്ങനെ ആ ഹൗസ് വാമിങ് ഡേയിലേക്ക് പോയാലോ? ഋഷേൻ്റെ കാര്യം എനിക്ക് എടുത്ത് മെൻഷൻ ചെയ്യണം. ചേട്ടനായിരുന്നു നമ്മുടെ ഫോട്ടോഗ്രാഫർ. അപ്പോൾ ചേട്ടൻ ഇങ്ങനെ രാവിലെ തന്നെ നമ്മളെ ഇങ്ങോട്ട് വിളിച്ചിട്ട് എന്തായി നിങ്ങൾ എവിടെ എത്തി? അപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. കാരണം ഭയങ്കര ലേറ്റായിട്ടാണ് എല്ലാവരും തിരിച്ചു പോയത്. എന്നാലും നമ്മളെക്കാട്ടിലും ആവേശത്തോടെ അവരെല്ലാം ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് കാണിച്ചപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. ആൻഡ് ഞാൻ പറഞ്ഞ പോലെ തലേന്ന് എല്ലാം ചെയ്ത് സെറ്റാക്കി പോയതുകൊണ്ട് തിരിച്ചു വന്നപ്പോൾ ഭയങ്കര ഈസി ആയിരുന്നു. നേരെ കയറി പാല് കാച്ചിയാൽ മതി. അപ്പോൾ എല്ലാം റെഡിയാണ് നമുക്ക്. അങ്ങനെ ലാസ്റ്റ് മിനിറ്റ് ഡെക്കോറിൻ്റെ പുറകെയാണ് ചേച്ചിയും ചേട്ടനും ഒക്കെ. അങ്ങനെ ഫൈനലി ഒരു വർഷത്തെ കാത്തിരിപ്പിന് ശേഷം ആ ദിവസം എത്തിയിരിക്കുകയാണ്.
ഗൈസ്. അപ്പോൾ ഐശ്വര്യമായിട്ട് തുടങ്ങാൻ പോകുന്നത് ഏതാനും നിമിഷങ്ങൾക്കകം നമ്മൾ മുഹൂർത്തം തുടങ്ങും. ഞാൻ വീട്ടിലേക്ക് പോയിട്ട് ബാക്കി കാഴ്ച കാണാം. കറക്റ്റ് തുടങ്ങി തന്നെ അമ്മയും പറഞ്ഞു.
ഇൻറ്റിമേറ്റ് വെഡ്ഡിങ് എന്നൊക്കെ പറയുന്ന പോലെ ഒരു ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള വളരെ കുറച്ച് ആൾക്കാരുണ്ടായിരുന്ന ഒരു ചെറിയ പാലുകാച്ചായിരുന്നു നമ്മുടെ റിലേറ്റീവ്സ് മാത്രം വെച്ചിട്ട്. പിന്നെ ഞങ്ങളുടെ ഋഷി ചേട്ടനും. പാല് തിളയ്ക്കാൻ എന്തായാലും കുറച്ച് സമയം ഡിലേ ഉണ്ടല്ലോ, അപ്പോൾ ആ ടൈമിൽ നമുക്ക് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇവർ രണ്ടുപേരും എൻ്റെ റിലേറ്റീവ്സാണ്. മേഘ ലിവർപൂളിൽ നിന്നാണ് വരുന്നത്. മേഘ എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയാണ്. അപ്പോൾ എൻ്റെ ചൈൽഡ്ഹുഡ് ഫുള്ള് മേഘയുടെ കൂടെ ഒക്കെ ആയിരുന്നു. അപ്പോൾ അവൾ ലിവർപൂളിൽ നിന്ന് ഇതിനു വേണ്ടി വന്നിരിക്കുകയാണ്. ആൻഡ് സ്വാതി എൻ്റെ അമ്മയുടെ സൈഡിലുള്ള കസിനാണ്. അപ്പോൾ സ്വാതിയാണെങ്കിൽ അബർഡീനിൽ നിന്ന്, സ്കോട്ട്ലൻഡിൽ നിന്ന് വന്നതാണ് ഈ ഒരു ഫംഗ്ഷന് വേണ്ടിയിട്ട്. ഞാൻ ഭയങ്കരമായിട്ട് മാനിഫെസ്റ്റ് ചെയ്തതാണ് ഈ ക്യൂട്ട് കുട്ടി എൻ്റെ കൂടെ ഉണ്ടാവണം എന്ന് ഈ ഫംഗ്ഷന്. പിന്നെ ഇത് വിഷ്ണുവിൻ്റെ കസിൻസാണ്. വിഷ്ണു ചേട്ടനും, ഈ ചേട്ടൻ്റെ പേരും വിഷ്ണു ചേട്ടൻ എന്നാണ്. വിഷ്ണു ചേട്ടനും ദേവി ചേച്ചിയും. വിഷ്ണു മീൻസ് അബിയുടെ പേരും വിഷ്ണു എന്നാണ് കേട്ടോ. അപ്പോൾ വിഷ്ണു ചേട്ടനും ദേവി ചേച്ചിയും നമുക്കിവിടെ ലിവർപൂളുള്ള ഫാമിലിയാണ്. അപ്പോൾ അവരും നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. നിങ്ങൾ ഇതുവരെ കണ്ട ഫുൾ വീഡിയോയും സ്വാതിയും മേഘയും വിഷ്ണു ചേട്ടനും എല്ലാവരും കൂടെ മാറി മാറി എടുത്തു തന്നെയാണ്. ഫോൺ അവിടെ വെറുതെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അബിക്കും വീഡിയോ എടുക്കാനായിട്ട് അവൻ എടുത്തിട്ട് പോയത്. ഇതൊക്കെ അവൻ എടുത്ത ഷോട്ടുകളാണ്. അങ്ങനെ നമ്മുടെ പാല് കാച്ചലിൻ്റെ ആ ഒരു പാല് തിളയ്ക്കുന്ന സമയം എത്തിയിരിക്കുകയാണ്. അപ്പോൾ സത്യം പറഞ്ഞാൽ എൻ്റെ ഫോണിൽ ഒരുപാട് വീഡിയോസായി. അതാണ് വൺ ഓഫ് ദ റീസൺ. ഞാൻ ഭയങ്കരമായിട്ട് ഗ്രേറ്റ്ഫുള്ളും ആണ്, പക്ഷേ അറ്റ് ദ സെയിം ടൈം ഭയങ്കര ഓവർവെൽംഡ് ആയിപ്പോയി. എവിടുന്ന് തുടങ്ങും ഈ വീഡിയോ എന്നൊക്കെ. അപ്പോൾ ഫൈനലി നമ്മൾ ഈ വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പാലൊക്കെ തിളച്ച് പൊങ്ങി വരുവാണ്. നമ്മളിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കുവാണ്. എനിക്കിങ്ങനെ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു കേട്ടോ. നമുക്ക് ഈ ഒരു മൊമെൻറ്റിന് വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടതും. ആ ഒരു ഫൈനൽ ഡേ അല്ലേ, ഒരു ബിഗ് മൊമെൻറ്റ്, ബിഗ് ഡ്രീം, സന്തോഷവും എക്സൈറ്റ്മെൻറ്റും അത് ഞങ്ങളുടെ മുഖത്ത് ശരിക്കും കാണാനുണ്ട്. നിങ്ങളൊന്ന് സൂം ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും. പിന്നെ ഈ ഒരു സിറ്റുവേഷൻ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യണം എന്ന് ഞാൻ വിചാരിച്ചതാണ്. കാരണം ഞാനും ഇമോഷണലിയും ഭയങ്കര ഒരു വൾണറബിൾ സ്റ്റേറ്റിൽ നിൽക്കുമായിരുന്നു. കാരണം ഒന്നാമത് നമ്മൾ ഒത്തിരി സ്ട്രഗിൾ ചെയ്തു. ആൻഡ് രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു ലാസ്റ്റ് 2 വീക്സ് ഉറക്കം പോലും പ്രോപ്പറായിട്ട് കിട്ടിയിട്ടില്ല. കാരണം നമുക്ക് ഒരുപാട് അൺഎക്സ്പെക്റ്റഡ് സിറ്റുവേഷൻസ് ഫേസ് ചെയ്യേണ്ടി വന്നു. എന്നെക്കാട്ടിലും അബി ഒരുപാട് ടയേർഡാണ്. മെൻ്റലി നമ്മൾ ഭയങ്കര ഡ്രെയിൻഡായിരുന്നു. പക്ഷെ അതിനെല്ലാം ശേഷം നമുക്ക് എന്താ പറയുക, ഇങ്ങനൊരു ബ്യൂട്ടിഫുൾ മൊമെൻറ്റ് നമുക്ക് വിറ്റ്നസ് ചെയ്യാൻ പറ്റിയതിൽ ഒത്തിരി ഗ്രേറ്റ്ഫുള്ളാണ്. ആൻഡ് ഇത്രയും നല്ല ആൾക്കാർ നമ്മുടെ ചുറ്റും നമുക്ക് എന്താ പറയുക, ദൈവം തന്നതിനും ഒരുപാട് ഗ്രേറ്റ്ഫുൾ ഫീലിംഗ് ആണ്. എല്ലാം കൊണ്ടും മൊത്തത്തിലൊരു നല്ല ദിവസമായിരുന്നു. തേങ്ങയൊക്കെ കണ്ടില്ലേ, കൃത്യം നടക്കുമെന്ന് പൊളിഞ്ഞു വന്നു. ഇനി നമ്മുടെ അടുത്ത ഫംഗ്ഷൻ, അതായത് ഫ്രണ്ട്സൊക്കെ ഒരു 10 മണി 11 മണി റേഞ്ചിലെത്തും. അപ്പോഴത്തേക്ക് ഞങ്ങൾ പോയി ഒന്ന് റെഡി ആവുമെന്ന് വിചാരിച്ചു. ഞാൻ എൻ്റെ ഡ്രസ്സും ലുക്കും ഒക്കെ മൊത്തത്തിലൊന്ന് മാറ്റി ഞാനൊരു സാരിയൊക്കെ പോയി ഉടുത്തു. പക്ഷെ സാരിയും എൻ്റെ നേരത്തെ ഡ്രസ്സ് ഏകദേശം സെയിം കളറാണ്. പിന്നെ ശ്യാംജിയുടെ വന്നപ്പോൾ കുറച്ചുകൂടെ ഡെക്കോർ ഐറ്റംസ് ഒക്കെ കൊണ്ടുവന്നിരുന്നു. അപ്പോൾ അതൊക്കെ കൂടെ വെച്ച് കുറച്ചുകൂടെ ഒന്ന് അലങ്കോലപ്പണികളൊക്കെ ഒന്ന് കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ ഇനി നമ്മൾ ബാക്കി ആൾക്കാർക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഏറ്റവും ആദ്യം അജയും കാർത്തികയും വന്ന് ഹാജരായിട്ടുണ്ട്. അതിനുശേഷം ഞാനിങ്ങനെ വെളിയിലോട്ടൊക്കെ നടന്ന് നോക്കുമായിരുന്നു. ഞങ്ങളൊരു ന്യൂലി ബിൽഡ് പ്രോപ്പർട്ടിയാണ് റിസർവ് ചെയ്തത്. ഈ ഇയർ സ്റ്റാർട്ടിൽ നമ്മൾ റിസർവ് ചെയ്തതാണ്. അന്ന് ഇത് വെറും ഒരു പ്ലോട്ടായിരുന്നിടത്തു നിന്ന് അതിങ്ങനെ വീടായിട്ട് നമ്മളൊരു കുട്ടി വളർന്ന് വലുതാവുന്ന പോലത്തെ ഒരു ഫീലിംഗ് ആയിരുന്നു നമുക്ക്. അങ്ങനെ നമ്മുടെ ബാക്കി ഫ്രണ്ട്സ് ഓരോന്നായിട്ട് എത്തി. ആൻഡ് പൂർണിമ എനിക്കൊരു അടിപൊളി സർപ്രൈസ് തന്നു. അവൾ ഒരുപാട് എഫേർട്ടൊക്കെ എടുത്ത് കുറച്ച് പേരുടെയെങ്കിലും കളക്ട് ചെയ്യാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷം. കുറച്ച് പേരുടെയെങ്കിലും ഇമോഷൻസ്, അവർക്ക് എന്താണ് ഫീൽ ചെയ്യുന്നത് എന്നൊക്കെ. നിങ്ങൾക്ക് എന്താണ് അവരോട് രണ്ടുപേരോടും പറയാനുള്ളത്? രണ്ട് നല്ല വാക്ക് പറയൂ. Congratulations. Very happy for you guys. സ്റ്റെപ്പ് ഇൻ ലൈഫ് ആണ്. അടിപൊളി, ഹാപ്പി ഫോർ യു. ലൈഫിന്റെ ഒരു പുതിയൊരു അധ്യായമാണ്. അപ്പം ഇതിപ്പം എന്താ പറയാ, ഏതൊരു മുന്നോട്ടുള്ള ഏത് വലിയൊരു കാര്യം നമ്മൾ അച്ചീവ് ചെയ്യുമ്പോഴും കുറച്ചും കൂടെ നമ്മൾ അതിനകത്തുള്ള വലുപ്പം കാണണമല്ലോ. അപ്പം എനിക്ക് ഇവിടെ വന്നു ലൈക്ക് ഇത് വിസിറ്റ് ചെയ്തപ്പം തോന്നിയൊരു സംഭവം അത് തന്നെയാണ്. അതായത് ലൈക്ക് നമ്മൾ മുന്നോട്ട് എന്ത് അച്ചീവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എല്ലാത്തിനും ഒരു സ്റ്റാർട്ട് എപ്പോഴും ഒരു വീടാണ്. അപ്പൊ ഇത് വീട് എന്ന് പറഞ്ഞ ഒരു സ്വപ്നമാണല്ലോ. അപ്പൊ അത് അച്ചീവ് ഇവർ ചെയ്തതിൽ നല്ലൊരു സന്തോഷമുണ്ട്. ആൻഡ് അതിന് ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഹലോ. അപ്പം നമുക്ക് ചേട്ടൻ്റെ അടുത്ത് നിന്ന് തുടങ്ങാം. ചേട്ടൻ പറയൂ, what do you feel? I'm very proud of Vishnu and Akhila. അവര് കുറെ ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് ഈ ഒരു പുതിയ വീട് വാങ്ങിച്ചത്. അപ്പോൾ ആൻഡ് ഐ ഫീൽ ദാറ്റ് they'll be having a very nice time in this very beautiful house. എനിക്ക് സത്യം പറഞ്ഞാൽ എന്താ പറയണ്ടേന്ന് അറിയത്തില്ല. അതാണ് ഏറ്റവും വലിയ സത്യം. കാരണം എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സഹോദരനാണ് വിഷ്ണു എന്ന് പറഞ്ഞ അഭിജിത്ത്. അപ്പോൾ
അവന് ഇത്രയും വലിയൊരു, എനിക്കിപ്പോഴും അത് പറയുമ്പോൾ ഭയങ്കരമായിട്ട് ഇമോഷൻ ആകുന്നു. ഭയങ്കര സന്തോഷം. ഐ ഫീൽ വെരി ഹാപ്പി ബിക്കോസ് അവർ ഒരുപാട് കഷ്ടപ്പെട്ടു, ഇതിൻ്റെ പുറമെ ഒരുപാട് ഓടിയിട്ടുണ്ട്. പിന്നെ അവരുടെ ഏറ്റവും വലിയ ഡ്രീമും കൂടെ ആയിരുന്നു ഇത്. വളരെ സന്തോഷം. I am really excited for Akhila and Abhijit because അവര് ഒരു വർഷമായിട്ട് ഡ്രീം ചെയ്തതാണ് and it's a beautiful house and I'm very happy for them. Tell me, what do you think about Akhil and Abhijit's house? Are you happy for them? Did you like the house? Yeah. It's beautiful? It's very close to your house? Yeah. You want to come here and play often? Yeah? അപ്പോൾ താങ്ക് യു സോ മച്ച് പൂർണിമ. ഈ ഒരു മെമ്മറി ഞാൻ ലൈഫ് ലോങ് ഞങ്ങൾ രണ്ടും ഷെയർ ചെയ്യും. ആൻഡ് താങ്ക് യു സോ മച്ച് അത്രയും എഫേർട്ട് എടുത്ത് എല്ലാവരുടെ അടുത്തൊന്നും വീഡിയോസൊക്കെ കളക്ട് ചെയ്തതിന്. കുറേ ഇൻട്രോവേർട്സൊക്കെ രക്ഷപ്പെട്ടു, എന്നാലും പിന്നെ അതിനുശേഷം ഞങ്ങൾ കുറച്ച് ഫോട്ടോഗ്രാഫിയിലോട്ടൊക്കെ കടന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെളിയിൽ നല്ല മഴയായിരുന്നു. അപ്പം നമ്മൾ ഓർത്തൊന്ന് അകത്തു നിന്ന് തന്നെ ഫോട്ടോ എടുക്കാം, വെളിയിൽ നിന്ന് താലമൊക്കെ ആയിട്ട് വരണം എന്നുള്ള എൻ്റെ പ്ലാൻ നൈസായിട്ടൊന്ന് പാളി. പിന്നെ ഞങ്ങൾ ഒരു പോയിൻ്റ് കഴിഞ്ഞപ്പോൾ നമ്മൾ ഓർത്തു ഇനി വെയിറ്റ് ചെയ്യേണ്ട, അന്ന് ഫുള്ള് ഈ ആഫ്റ്റർനൂൺ മഴയായിരുന്നു കാണിച്ചത്. പിന്നെ നമ്മളന്ന് പാല് കാച്ച ചടങ്ങ് വാതിക്കൽ നിന്ന് തുടങ്ങാം എന്ന് വിചാരിച്ചു. ഇത് ജസ്റ്റ് ഡെമോ ആണ്, ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക്. പക്ഷേ ഇത്തവണ പാല് കാച്ചലിൻ്റെ ആ ഓക്വേർഡ് സൈലൻസ് മാറ്റാൻ വേണ്ടി ഞാനൊരു ഐഡിയ പറഞ്ഞു. എന്ത് നൽകുവാൻ എന്നെ കാത്തു നിന്നു നീ, പ്രസാദവും മൗന ചുംബനങ്ങളും അഗ്നിസാക്ഷിയായി താരി ചാത്തിയൻ ആദ്യാനുരാഗം ധന്യമാകും. മന്ത്രകോടിയിൽ ഞാൻ മൂടി നിൽക്കവേ ആദ്യാഭിലാഷം സഫലമാകും. നാലാളരിയെ കൈപിടിക്കും തിരുനാടകശാലയിൽ ചേർന്നു നിൽക്കും നാലാളരിയെ. എങ്ങനെയുണ്ടായിരുന്നു ഗൈസ് എൻ്റെ ഐഡിയ? അമ്പലപ്പുഴ അമ്പലമാണ് എനിക്ക് ഈ ലോകത്തിൽ ഏറ്റവും പോകാൻ ഇഷ്ടമുള്ള സ്ഥലം. അപ്പോൾ ആ പാട്ട് എന്തായാലും പാടി തുടങ്ങാമെന്ന് വിചാരിച്ചു ഈ വീട്ടിൽ. ആൻഡ് ഓൾസോ ഞങ്ങളുടെ കല്യാണം നടന്നതും അമ്പലപ്പുഴ വെച്ചിട്ടാണ്. കാര്യങ്ങൾ ഓരോ സജഷൻസ് ഒക്കെ പറയും, എന്നിട്ട് എന്നെ ഇങ്ങനെ നോക്കും ഏതാണ്. അപ്പൊ ഞാനിങ്ങനെ ശ്രീരാഗമോ എന്ന് എഴുതാൻ പറയാം. പിന്നെ എപ്പൊ കേറിയാലും ശ്രീരാഗമോ പാടും. അപ്പൊ ആ ശ്രീരാഗമോന്ന് അതാ കോവിലിൽ പുലർവേളയിൽ ജയദേവഗീതാലാപനം കേവലാനന്ദാമൃത തേനുണ്ണുവാൻ ആനകേറാമേട്ടിൽ ഇനിയായിരത്തിരി കൊളുത്താനിനിയും ഈ തുളികളിൽ തിരയാതേക്കാനോ ശ്രീരാഗമോ തേടുന്നു നീ വീണതൻ പൊൻതന്ത്രി. അങ്ങനെ ആ ചടങ്ങ് കഴിഞ്ഞു. ഇനി നമ്മൾ ഇതിലേക്ക് പായസത്തിൻ്റെ മിക്സും കൂടി ഇട്ടിട്ട് ഒരു പായസം പോലെ എല്ലാവർക്കും പ്രസാദമായിട്ട് കൊടുക്കാമെന്ന് വെച്ചു. അതിനോടൊപ്പം തന്നെ ആ ഗണപതി ഒരുക്കെല്ലാം കൂടെ മിക്സ് ചെയ്ത് ഗണപതി പ്രസാദവും കൊടുത്തു. ഇതിന് വൻ ഡിമാൻഡായിരുന്നു കേട്ടോ. എല്ലാവരും പിന്നെയും ചോദിച്ച് മേടിച്ച് കഴിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു നാടൊക്കെ വിട്ട് നിന്നിട്ട് കുറേ നാൾക്ക് ശേഷം കഴിച്ചതിൻ്റെ നൊസ്റ്റും ആയിരിക്കും എല്ലാവർക്കും. പക്ഷേ കിടിലൻ ടേസ്റ്റ് ആയിരുന്നു. ഇനി നമുക്ക് ഫുഡിങ്ങിലേക്ക് കിടക്കാം. അപ്പം ഞങ്ങൾ ഫുഡ് ഓർഡർ ചെയ്തത് കേരള കഫേന്നായിരുന്നു. അവരുടെ ചിക്കൻ പെരട്ടും ഗീ റൈസുമാണ് നമ്മൾ ഓർഡർ ചെയ്തത്. പിന്നെ പപ്പടം, സാലഡ്, പിന്നെ ഞങ്ങൾ കുറച്ച് സ്വീറ്റ്സ് ഒക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും ഫുഡ് കഴിച്ചു. ഫുഡിനെ പറ്റി എടുത്ത് പറയണം, കാരണം അടിപൊളി ഫുഡായിരുന്നു, ഒരു രക്ഷയില്ല. പിന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് കുറച്ച് പീസയൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു ഡൊമിനോസിൽ നിന്ന്. ഒരു വലിയ കുട്ടി അതിരുന്ന് കഴിക്കുന്നത് കണ്ടില്ലേ, ഞാൻ നൈസായിട്ട് പോയി ക്യാമറയിൽ ഒപ്പിയെടുത്തതാണ് ഗൈസ്. പിന്നെ നമ്മൾ ഫ്രണ്ട്സൊക്കെ ആയിട്ട് കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്തു.
ആൻഡ് എനിക്ക് ഒരുപാട് സന്തോഷം തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ പല ഗ്രൂപ്പ് ആൾക്കാരും പല ടൈപ്പ് ആൾക്കാരും ആയിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. ആൻഡ് നമ്മുടെ ഏറ്റവും വലിയ കൺസേണും അതായിരുന്നു. മിക്കവരും ഇൻട്രോവേർട്ട്സ് ആയിരുന്നു. ആൻഡ് ഒരു ഗ്രൂപ്പിന് വേറൊരു ഗ്രൂപ്പിനെ അറിയില്ല, അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വൽസിന് വേറൊരു ഇൻഡിവിജ്വലിനെ അറിയില്ല, അങ്ങനെയൊക്കെയായിരുന്നു. പക്ഷെ എല്ലാവരും അടിപൊളിയായിട്ട് സിങ്കായി. ഞാൻ നോക്കുമ്പോൾ എല്ലാവരും മിക്സ് ആൻഡ് മാച്ച് ആയിട്ടിരുന്ന് സംസാരിക്കുന്നു, അങ്ങനെയൊക്കെ. റാൻഡം ചെയ്തെടുത്തു. പിന്നെ ഇത്രയും പേരായിരുന്നു നമ്മുടെ ഫംഗ്ഷൻ ഉണ്ടായിരുന്നത്. വളരെ ക്ലോസ് ആയിട്ട് വളരെ ചെറിയ രീതിയിലൊരു പരിപാടി നടത്തണം എന്ന് വിചാരിച്ചിട്ടാണ്. നമുക്കറിയാം വിളിക്കാത്തതായിട്ട് ഒരുപാട് ആൾക്കാരുണ്ട്, പക്ഷെ നമ്മുടെ ആ ഒരു സ്പേസിൻ്റെ കൺസ്ട്രെയിൻസും എല്ലാം കാരണം നമുക്ക് ഇത്രയും പേര് വെച്ചിട്ടാണ് പരിപാടി നടത്താൻ പറ്റിയത്. ആൻഡ് വി വെർ സോ ഹാപ്പി. കാരണം എല്ലാം നമ്മുടെ വെൽ വിഷേഴ്സ് ആയിരുന്നു ആൻഡ് നമ്മളോട് ഭയങ്കര ക്ലോസ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാരായിരുന്നു. സോ എങ്ങനെ ഉണ്ടായിരുന്നു മൊത്തത്തിൽ? മൊത്തത്തിൽ നല്ല കളറായിരുന്നു. ഏതൊക്കെ കളർ ഭയങ്കര തമാശ പറയടാ. ഇവരില്ലായിരുന്നെങ്കിലോ കിലോ കിലോ ഞങ്ങൾ എല്ലാവരും കൂടി അടിച്ചു പൊളിച്ചു. നമ്മൾ ഇന്നലെ ഇതിന്റെ അവസ്ഥ എന്താ പറയുന്നത്? അപ്പം അങ്ങനെ ഓക്കെ ഗൈസ്, അപ്പൊ താങ്ക് യു സോ മച്ച്. അങ്ങനെ ഒരു ഈവനിങ് ഒക്കെ ആയപ്പോൾ എല്ലാവരും തിരിച്ച് വീടുകളിലേക്ക് പോയി. അപ്പോൾ ഞങ്ങൾ ഇത്രയും പേര് മാത്രമായി. ചേച്ചിയും ചേട്ടനും തിരിച്ച് ഇന്ന് വൈകിട്ടത്തെ ട്രെയിനിന് പോവും. അപ്പോൾ അവർ പോകാനായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ സ്വാതി നമ്മുടെ കൂടെ ഉണ്ട്. ഹൗസ് വാമിങ് ഞാൻ എങ്ങനെയാണോ മനസ്സിൽ കണ്ട് അതിനേക്കാളും ഒരുപാട് ബ്യൂട്ടിഫുൾ ആക്കി തന്നത് നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ. അതിനോടൊപ്പം അഡീഷണലി അവരെല്ലാവരും ഒരുപാട് ഗിഫ്റ്റ്സുമായിട്ടാണ് വന്നത്. ആൻഡ് എത്രത്തോളം ഗ്രേറ്റ്ഫുൾ ആൻഡ് എത്രത്തോളം നന്ദിയുണ്ട് എല്ലാവരോടും ഒന്ന് പറഞ്ഞാൽ തീരത്തില്ല. ആൻഡ് ഐ വോണ്ട് ടു റിമൈൻഡ്, ഇവരുടെയൊക്കെ പ്രസൻസ് ആണ് നമ്മുടെ ലൈഫിലെ ഏറ്റവും വലിയ ഗിഫ്റ്റ് എന്ന്. അപ്പോൾ ഇനി അടുത്ത വീഡിയോസായിട്ട് കാണുന്നവരെ ബൈ. ഇനി ഒരുപാട് വീട് റിലേറ്റഡ് വീഡിയോസ് വരുന്നുണ്ട്. അപ്പോൾ സ്റ്റേ ട്യൂൺഡ്.